നിങ്ങൾക്കിനി അരയറ്റ മുടിയുണ്ടെങ്കിലും മുടി കെട്ടിവെച്ച് ഈ ഗ്യാപ്പ് ഇടാതെ ക്ലാസ്സിൽ കയറ്റൂല. അതാണ് ഈ കിച്ചണിൻ്റെ ഒരു രീതി. അപ്പം ഹലോ, അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ് റാമൻ ആൻഡ് കിംചി ഫുൾ കൊറിയൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ സാറ് ആദ്യം തന്നെ കിംചി കളർ പരിപാടി സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ട് ചൈനീസ് ക്യാബേജ് കേട്ടോ, അത് ഫുൾ ഉപ്പിട്ട് കുളിപ്പിച്ച് അതിനകത്ത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോച്ചുജാങ്ങും പഞ്ചസാരയൊക്കെ ഇട്ട് അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഓരോ ലൈനിൻ്റെ അടിയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അത് സെറ്റാക്കി അങ്ങ് വെച്ച്. അടുത്ത് നമ്മുടെ പോർക്കാണ്. പോർക്ക് മാരിനേറ്റ് ചെയ്ത് സുന്ദരക്കുട്ടപ്പനാക്കി കട്ട് ചെയ്ത് പീസാക്കി നമ്മൾ റോസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ പാർട്ട് 2. നല്ലതായിട്ട് അതിൻ്റെ ഈ നമ്മുടെ ഫാറ്റൊക്കെ ഇറങ്ങി, നമ്മുടെ നാട്ടിൽ ചുമ്മാ വെട്ടിയതിന് കറി വയ്ക്കില്ലേ, അതുപോലെയല്ല, ഫുൾ ഫാറ്റൊക്കെ ഇറങ്ങി സൂപ്പറാക്കണം. പിന്നെ ബീഫ്, ഇന്ന് ഫുള്ള് സൂപ്പർ ഫുഡാട്ടോ. പോർക്കും ബീഫും ഇതൊന്നാതെ ഉടുപ്പി നമ്മുടെ BJP സെറ്റപ്പ് ആണെങ്കിലും ഇവിടെ ആരെല്ലാം ഞാൻ നാളെ ജീവനോടെ നാട്ടിലെത്തൂല, അമ്മാതിരി ഏർപ്പാടാണ്. അപ്പോൾ അതിനൊരു സോസും ഈ ബീഫെല്ലാം ഇട്ടിട്ട് ചോറിന് മണ്ടയ്ക്ക് ആ ബീഫ് ഇങ്ങനെ അടുക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ സ്ഥിരം സോസും സ്പ്രിങ് ഓണിയൻ പിന്നെ സെസമി സീഡ്സും, അതാണ് അതിൻ്റെ മെയിൻ. ആ സമയം കൊണ്ട് നമ്മുടെ പോർക്ക് നല്ല റോസ്റ്റായി ആ എണ്ണയൊക്കെ വിട്ടിരിക്കുന്നുണ്ടാ. എന്നിട്ട് സാർ നമുക്കൊരു സോസ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ ജാപ്ചെ എന്ന് പറയുന്നതാണ് ഈ പോക്കിൻ്റെ ഡിഷ് കേട്ടോ. ഇപ്പോൾ സൈഡിലിങ്ങനെ പച്ചക്കറിയൊക്കെ അടുക്കി നമ്മൾ വെച്ച്, ഇപ്പോൾ എന്താ ക്യാബേജ്, ബോക് ചോയ്, സ്പിനാച്ച്, ഇത് ഈ ക്യാപ്സിക്കം ഇതെല്ലാം അടുക്കി നമ്മൾ വെച്ചിട്ട് ഈ പോക്ക് ആ എണ്ണ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിന്ന്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് പീസ് നല്ല എന്ത് ടെൻഡറാന്ന് നമുക്ക് സ്ലോ റോസ്റ്റ് ചെയ്ത് ബീഫ് അതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വയ്ക്കണം. അരെ വാ, ദിവസം സന്തോഷം. മഷ്റൂം സോസ് അതിൻ്റെ മണ്ടക്കോട്ട് ഒഴിക്കുക. അതാണ് നമ്മുടെ ജാപ്ചെ. സെക്കൻഡ്, നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, അടുത്ത മെയിൻ ഡിഷസ് റാമൻ. ഇപ്പോൾ റാമൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ കടയിൽ കിട്ടുന്ന പോലെ ഭയങ്കര 12 hours 15 hours റോസ്റ്റ് ചെയ്ത റാമൻ ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ സാറിൻ്റെ ഒരു ചെറിയ കട്ടിക്കൂട്ട് വേർഷൻ ഓഫ് റാമൻ. സാർ അത് കുറച്ച് എന്താ സ്റ്റോക്കിൻ്റെ അകത്ത് ഈ ഗോച്ചുജാങ്ങും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിൾസും നൂഡിൽസും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒരു തട്ടിക്കൂട്ട് റാമൻ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി സാറ് കാണിച്ചതാണ് കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് ഇളക്കി അതിൻ്റെ അകത്ത് നൂഡിൽസ് ഇട്ട് ടോസ് ചെയ്തിട്ട് ആ ബോളിലോട്ട് ഒഴിക്കും. അതാണ് നമ്മുടെ റാമൻ. സ്പൈസി ആയിട്ട് ഈ ഗോച്ചുജാങ് നല്ല സ്പൈസി. നമ്മളിപ്പോഴും ഏതെങ്കിലും കൊറിയൻ വീഡിയോസ് കണ്ടാൽ മതി, ഗോച്ചുജാങ് എല്ലാത്തിനകത്തും ഇവരിടും. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഗോച്ചുജാങ്. മിക്കവാറും എല്ലാ കിംച്ചിക്കകത്തായിക്കോട്ടെ, എന്തെങ്കിലും സൈഡ് ഡിഷ് ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ഈ ഗോച്ചുജാങ് ഇടും. ഓക്കെ, അങ്ങനെ നമ്മുടെ റാമൻ റെഡി, തട്ടിക്കൂട്ട് റാമൻ റെഡി. അതിന് മണ്ടയ്ക്ക് സ്പ്രിങ് ഓണിയനും പിന്നെ ഒരു ബോയിൽഡ് എഗ് കേട്ടോ. സാർ അത് മണ്ടയ്ക്ക് വെക്കാൻ പോയപ്പം ആകെപ്പാടെ തെന്നി കയ്യിൽ നിന്ന് പോയി സാധനം. തപ്പേന്ന് പറഞ്ഞ് മുട്ട താഴെ കിടക്കണേണ്. അപ്പോൾ സാർ പിന്നെ അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നേരെയൊക്കെ ആക്കി വെക്കാൻ നോക്കി. പക്ഷെ അതിന് ഭംഗി പോയി കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ അത് കഴിക്കാൻ പോവാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കണ്ട, സാറിനെ ഇങ്ങനെ സഹായിച്ചാൽ മാത്രം മതി. അപ്പം സാർ റാമൻ ശരിയാക്കി. പിന്നെ അത് ആര് കഴിക്കാനാ? ഞാൻ മാത്രം. ഞാൻ വന്ന് കഴിക്കാൻ പോകുന്നത്. എൻ്റെ പിള്ളേർ, ഞങ്ങൾ സാറിൻ്റെ ടീം, ഞങ്ങളെല്ലാവരും കൂടെ സാർ ഉണ്ടാക്കിയ ബീഫും, ഞങ്ങളുടെ സെറ്റ് മലയാളികളാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പം ബീഫ് ഇത്ര നാളായി നമ്മൾ ബീഫ് കഴിച്ചിട്ട്. ഇവിടെ ബാൻ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുമോ? നാട്ടിൽ വല്ലപ്പോഴും ലീവിന് ഇടുമ്പോഴല്ലേ നമുക്ക് ബീഫ് കഴിക്കാൻ പറ്റൂ. അതുകൊണ്ട് കൊതിച്ച് ബീഫ് കഴിച്ചു. പക്ഷെ നാട്ടിലെ അത്ര ഒരു ഫ്ലേവറില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറാട്ടോ. ഇറ്റ്സ് ഡിഫറെൻറ്റ്. അങ്ങനെ ബീഫൊക്കെ കഴിച്ച് സെറ്റപ്പായി. പിന്നെ മറ്റേ റാമൻ്റെ കുറച്ച് വെള്ളവും കൂടെ അരിക്കകത്ത് ചോറിനകത്ത് മിക്സ് ചെയ്ത് തന്നി ഇന്ത്യൻ. ഓക്കെ, അത് കഴിഞ്ഞ് അയ്യോ എന്നത്തെയും പനി. നമ്മൾ 1/2 മണിക്കൂർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ ക്ലീനിങ്. അതാണ് നമ്മുടെ ഏർപ്പാട്. അപ്പോൾ എല്ലാം ഈ വോളും എല്ലാം സിങ്ക് ഉൾപ്പെടെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി, പാത്രവും കഴുകി എല്ലാം വൃത്തിയാക്കി തുടച്ച് അകത്ത് വെക്കണം. അതാണ് നമ്മുടെ പരിപാടി. അമ്മ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വീട്ടിലവളൊരു ഒരു പാത്രം കഴുകത്തില്ല എന്ന്. എങ്ങനെ ചെയ്യാൻ? ജോലിക്കും പാത്രം കഴുകണം, വീട്ടിലും പാത്രം കഴുകണം എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രാജുഭായി, അവ ഉണ്ടാക്കിയ റാമൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഞാൻ വീഡിയോ എടുത്ത കുറേ എലിമെന്റ്സ് ഒക്കെ ആയിട്ട് സാറിനെക്കാളും ഭംഗിയില്ലേ. അപ്പം ഇതാ നമ്മുടെ പിള്ളേർ ക്ലാസ്സിൽ നിന്നപ്പം എല്ലാവരും വീഡിയോ എടുത്തു. നമ്മുടെ ക്ലാസ് ബാച്ചിലെ പിള്ളേർ പകുതി കുറേ പേര് മലയാളികളുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ലൈക്ക് ക്ലാസ്സൊക്കെ കണ്ടിട്ട് ഭയ നോക്കിയിരിക്കായിരുന്നു. അപ്പം വീഡിയോ എടുത്തത്. അപ്പോൾ ഈ അണ്ണാക്കിക്കൊണ്ട് എല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ പിള്ളേർ. അത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. സാറാണെങ്കിൽ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്ത് എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയി.
എല്ലാവരും സിംഗോഹില്ലിയും ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പോയി. നമ്മൾ ചത്തേ ചമഞ്ഞെന്ന് പറഞ്ഞായി. ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്. ലാസ്റ്റ് സ്പാനീഷ്യൻ ക്ലാസ്. ഞാൻ ഇനി ഇങ്ങനെ ചൈനീസ് ഇതൊന്നും പറഞ്ഞ് നമ്മൾ ഇടൂല. ദിസ് ഈസ് ഡൺ. ഇനി നമുക്ക് വേറൊരു വെറൈറ്റി ക്ലാസ് ആണ് ഇനി. അപ്പോൾ ബൈ.